പ്രജകളുടെ ക്ഷേമമന്വേഷിച്ചുള്ള ഗ്രാമപ്രദക്ഷിണം പൂർത്തിയായി. ഇനി തൃപ്പയാർ തേവർക്ക് ഭൂമിയിലെ ദേവസംഗമമായ ആറാട്ടുപുഴ പൂരത്തിൽ നെടുനായകത്വം വഹിക്കാനുള്ള യാത്രയാണ്. തിങ്കളാഴ്ച രാവിലെ തന്ത്രിയിൽ നിന്ന് പുറപ്പെട്ട ഭഗവാൻ വൈറ്റിലാശ്ശേരി നിയമവടിയും കഴിഞ്ഞ് ചാഴൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം, ആവണങ്ങാട്ട് കളരി എന്നിവിടങ്ങളിൽ പറ സ്വീകരിച്ചു. മുരിയാംകുളങ്ങര ക്ഷേത്രത്തിലെത്തി പ്രതീകാത്മകമായി മീൻപിടുത്ത ചടങ്ങ് നടത്തി. ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ഉഷപൂജ കഴിഞ്ഞ് പുത്തൻകുളത്തിൽ ആറാടും. തുടർന്ന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി പതിവ് ചടങ്ങുകൾ പൂർത്തീകരിക്കും. വൈകിട്ട് നിയമവടിക്ക് ശേഷം രാത്രി 7 മണിയോടെ അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിഞ്ഞാണ് തേവരുടെ പുറപ്പാട്. പള്ളിയോടത്തിൽ പുറപ്പെടുന്ന ഭഗവാന് കിഴക്കേക്കരയിൽ സ്വീകരണത്തിന് ശേഷം പ്രത്യേക മണ്ഡപത്തിൽ തേവരെ ഇറക്കി എഴുന്നള്ളിക്കും. ആനപ്പുറത്ത് തേവരുടെ സ്വർണ്ണക്കോലം കയറ്റും. സായുധ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയതിനു ശേഷമാണ് യാത്ര. ശംഖ, മദ്ദള, മംഗളധ്വനികളോടെ വഴിനീളെ രാജകീയ എതിരേൽപ്പുകളോടെയാണ് തേവരുടെ യാത്ര. ചിറയ്ക്കൽ സെന്ററിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ തേവരുടെ കോലം ഇറക്കി എഴുന്നള്ളിക്കും. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന താമരമാല കൊണ്ട് ഭഗവാനെ അലങ്കരിക്കും. തുടർന്ന് തേവർ പല്ലിശ്ശേരി സെന്ററിൽ 5 ആനകളോടെയും പഞ്ചവാദ്യവും കഴിഞ്ഞ് 11 ആനകളോടെയും കൈതവളപ്പിൽ എത്തും. ഇടതുഭാഗം ഊരകത്തമ്മ തിരുവടിയും ചാത്തക്കുടം ശാസ്താവും വലതുഭാഗം ചേർപ്പ ഭഗവതിയും ചേർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ്. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം മന്ദാരംകടവിൽ ആറാട്ടിന് എഴുന്നള്ളും. അതിനുശേഷം ഉപചാരം പറഞ്ഞ് അടുത്ത പൂരത്തിന് എത്തിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്ത് തിരിച്ച് എഴുന്നള്ളും.